ഓവുചാലുകൾ നിർമ്മിച്ചില്ല. പഴയങ്ങാടി പ്രതിഭ ടാക്കീസിന് സമീപം നിരവധി കടകളിൽ വെള്ളം കയറി. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കാലവർഷം ആരംഭിച്ചതു മുതൽ പഴയങ്ങാടി പ്രതിഭ ടാക്കീസിന് സമീപത്തെ മിക്ക കടകളിലെയും അവസ്ഥയാണിത്. ഒന്ന് കണ്ടു നോക്കൂ. കടയിൽ നിറഞ്ഞ വെള്ളം മുഴുവനും കോരിമാറ്റുന്ന കാഴ്ചയാണിത്. ദിവസങ്ങളായി വൈകും വരെ വെള്ളം മാറ്റിക്കൊണ്ടേയിരിക്കുക. തൊഴിൽ പോലും ചെയ്യാൻ പറ്റാതായി. ഈ ഭാഗത്ത് ഓവുചാൽ നിർമ്മിക്കണമെന്ന ആവശ്യം പഞ്ചായത്തും അധികാരികളും പരിഗണിക്കുന്നതേയില്ല. റോഡിലെ വെള്ളം മുഴുവനും ഇപ്പോൾ കടകളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. സമീപത്തെ സെന്തിലിൻ്റെ ബാർബർ ഷോപ്പ്, നടേശൻ്റെ ഫർണിച്ചർ കട ഇവയൊക്കെ വെള്ളം കയറി നാശത്തിൻ്റെ വക്കിലായി. നിരവധി തവണ പഞ്ചായത്ത്, PWD എന്നിവിടങ്ങളിൽ നിവേദനങ്ങൾ നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ലെന്നാണ് ഫർണിച്ചർ കട ഉടമ നടേശൻ പറയുന്നത്. വർഷങ്ങളായി 10-15 കൊല്ലത്തോളായി ഈ ഓവുചാല് വൃത്തിയാക്കണ്ടേ. പിന്നെ അധികൃതരോട് പറയും PWD ശരിയാക്കണമെന്ന്. PWD പറയുമ്പോൾ പഞ്ചായത്ത് ശരിയാക്കണമെന്ന്. ഈ കച്ചവടക്കാരെ നട്ടം തിരിക്കുന്ന ഏർപ്പാടായത്. പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ എന്തെല്ലാം സംസാരിച്ചു, ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് കൊല്ലം പീടിയിൽ വെള്ളം കയറിയിട്ട് പച്ചക്കറി ആയാലും, സൈക്കിൾ പിടിയായാലും, ആശാരിപ്പിടിയായാലും, അനാഥിപ്പിടിയായാലും ഫുൾ സാധനം നഷ്ടപ്പെടുന്നു. ഇത് എത്ര കാലം സൈക്കിള് പഞ്ചായത്ത് ശ്രദ്ധിക്കണ്ടേ? പഞ്ചായത്തിന് ഉത്തരവാദിത്വമില്ലേ? ഫണ്ടില്ലാത്തതുകൊണ്ടാ കോടിക്കണക്കിന് ഫണ്ടുള്ള പഞ്ചായത്ത്. ഫർണിച്ചറെല്ലാം വെള്ളത്തിൽ കുതിർന്ന അവസ്ഥയിലാണിപ്പോൾ. ഇതൊക്കെ കൂടാതെ ബസ് സ്റ്റോപ്പിന് സമീപത്തെ വെള്ളക്കെട്ട് കാരണം യാത്രക്കാരും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും T. ബാബു, പഴയങ്ങാടി. ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്, അതുപോലെ സ്മാർട്ട് കുട്ടികളും. അതെ, ഞാനും അഭിഷാദ് ഗുരുവായൂരും കൂടെ ആളുടെ പുതിയ ബെൻസിൽ പോണത് പയ്യന്നൂരേക്കാണ്. ഇവിടെ പയ്യന്നൂർ ഒരു കോളേജ് ഉണ്ട്, എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസും ആണ്, ഫാക്കൽറ്റി മെമ്പേഴ്സും ആണ് ഇവിടെ ഉള്ളത്. ഇങ്ങനത്തെ സ്റ്റുഡൻസിനെ കാണാൻ പണിയാണ്. അപ്പൊ എങ്ങനെയാണ് കാര്യം തുറന്ന് നോക്കിയാലോ? കമൺ ഫോളോ. കുട്ടിയേക്കുള്ള ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ്സുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, പാരാമെഡിക്കൽ, മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഇവരൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. അധിക പേരും ഏവിയേഷൻ സ്വപ്നം കണ്ടത്. സിമ്പിളാണ് ക്ലാസ് ഒക്കെ. എല്ലാവരും നല്ല ഫ്രണ്ട്സ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാ. ഈ റാഗിങ് അതൊന്നും അങ്ങനെയില്ല. പൈലറ്റ് ഒഴികെ ബാക്കി എല്ലാ മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പ്ലേസ്മെന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞത് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടേതാണ്.